ചേരുന്നുണ്ട്. ബൽറാം, എന്താണ് ഏറ്റവും ഒടുവിലത്തെ ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷ, BJPയുടെ പ്രതീക്ഷ, കോൺഗ്രസിന്റെ പ്രതീക്ഷ? വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും സെറ്റല്ലേ? ബൽറാം, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാണ്. അതിനായുള്ള വലിയ സന്നാഹങ്ങൾ ഡൽഹിയിൽ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ അവസാന ഘട്ടത്തിലും രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, രണ്ട് ദേശീയ പാർട്ടികൾ, BJPയും ആം ആദ്മി പാർട്ടിയും പ്രതീക്ഷ കൈവിടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പുറത്തു വന്ന 14-ൽ 10 എക്സിറ്റ് പോൾ സർവേകളും BJPക്ക് അനുകൂലമാണ്. അതിന്റെ വലിയ ആത്മവിശ്വാസം BJP പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രചരണം അത് ഫലം കണ്ടു. കൂടാതെ ഒരു വർഷത്തിലേറെയായി BJP ഡൽഹി പിടിക്കാനുള്ള പ്രചരണം നടത്തുകയാണ്. അത് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളായാലും മറ്റ് താഴെത്തട്ടിലുള്ള പ്രചരണമായാലും BJP രംഗത്തുണ്ട്. അതേസമയം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഈ എക്സിറ്റ് പോൾ സർവേകളെ പൂർണ്ണമായും തള്ളുന്നു. ഏറ്റവും മോശം സാഹചര്യമുണ്ടായാലും 44-ന് മുകളിൽ സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കും എന്ന ആത്മവിശ്വാസം ആം ആദ്മി പാർട്ടിക്ക് ഈ ഘട്ടത്തിലും ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം ആം ആദ്മി പാർട്ടി പറയുന്നത് തങ്ങളുടെ വോട്ട് ബാങ്കിന് അത് ഒരു ഇളക്കവും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം മധ്യവർഗം എന്നുള്ളത് നിർണായകമായ ഒരു വോട്ട് ബാങ്കാണ്. എന്നാൽ ഈ മധ്യവർഗത്തിന്റെ വോട്ടുകൾ മാത്രമല്ല, ചേരികളിൽ താഴെത്തട്ടിലുള്ള വോട്ടുകളാണ് തങ്ങളുടെ ബലം എന്നാണ് ആം ആദ്മി പാർട്ടി അവകാശപ്പെടുന്നത്. കഴിഞ്ഞ 3 തവണയും ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തത് ആ ജനവിഭാഗം തന്നെയാണ്. അവർ പൂർണ്ണമായും ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം നിന്നതാണ് വലിയ വിജയങ്ങൾക്ക് കാരണമായതും. കൂടാതെ ഇത്തവണയും അതിന് ഒരു ഇളക്കവും തട്ടിയിട്ടില്ല എന്നും കെജ്രിവാളിനെതിരെ അഴിമതി അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് നടത്തിയ ആരോപണങ്ങളിൽ ഒന്നും തന്നെ അവരെ ബാധിച്ചിട്ടില്ല, ആ വോട്ട് ബാങ്കിനെ ഇളക്കിയിട്ടില്ല എന്നുമാണ് ആം ആദ്മി പാർട്ടി വിശ്വസിക്കുന്നത്. കൂടാതെ അവരുടെ മറ്റൊരു വിശദീകരണം എന്നുള്ളത് ഈ മധ്യവർഗ വോട്ടുകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ BJPക്ക് പോയ വോട്ടുകളാണ്. ആ വോട്ടുകൾ ഈ ആദായ നികുതി പരിധി ഉയർത്തിയതിലൂടെ നിലനിർത്താം എന്ന ഒരു വിശ്വാസം മാത്രമാണ് BJPക്കുള്ളത്. എങ്കിൽ പോലും അതിലും വലിയൊരു പങ്ക് വോട്ട് തങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി വിശ്വസിക്കുന്നത്. അതേസമയം കോൺഗ്രസിന്റെ സാന്നിധ്യം അത് ഈ തിരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ടതാണ്. കോൺഗ്രസ് വീണ്ടും ഒരു അക്കൗണ്ട് തുറക്കുക ഡൽഹി നിയമസഭയിൽ എന്ന ലക്ഷ്യത്തിനാണ് മത്സരിക്കുന്നത്. എങ്കിൽ പോലും ആ വോട്ട് ബാങ്ക്, അവരുടെ വോട്ടുകൾ ആരുടെ വോട്ടുകളായിരിക്കും ചോർത്തുക എന്നുള്ളത് നിർണായകമായി മാറും. ഒറ്റ നോട്ടത്തിൽ അത് ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകൾ തന്നെ ചോർത്തിയേക്കും എന്ന ഒരു കണക്കുകൂട്ടൽ BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആത്മവിശ്വാസം കൂടിയാണ് BJP തങ്ങൾക്ക് ഇത്തവണ അനുകൂലമായ ഒരു വലിയ തരംഗമുണ്ട് എന്ന് വിശ്വസിക്കാൻ കാരണമായിരിക്കുന്നത്. കഴിഞ്ഞ 2020-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണവും ഇത്തവണത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നുള്ളത് കഴിഞ്ഞ തവണ 2020-ൽ ഡൽഹിയിൽ കണ്ടത് ഹൈ വോൾട്ടേജ് പ്രചരണമായിരുന്നു. അത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുള്ള പ്രചരണം, കടുത്ത വാക്പ്രയോഗങ്ങൾ, മുൻപൊരിക്കലും രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പിലും ഉപയോഗിച്ചിട്ടില്ലാത്ത രീതിയിൽ നേതാക്കൾ ചേരിതിരിവുണ്ടാക്കാൻ കഴിയുന്ന വാക്പ്രയോഗങ്ങൾ നടത്തുന്നത് കണ്ടു. അത് പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരായ പ്രതിഷേധങ്ങൾ ഡൽഹിയിൽ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിലുണ്ടായ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ധ്രുവീകരണം തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത്തവണ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും സമാനമായി അതിനെ ചെറുക്കാനുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളായിരുന്നു രൂപീകരിച്ചതും. കെജ്രിവാൾ ഹനുമാൻ ചാലിസ പാടിക്കൊണ്ട് പ്രചരണം നടത്തുന്നതെല്ലാം തന്നെ കണ്ടതാണ്. എങ്കിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. ഇത്തവണ അത്തരത്തിലുള്ള പ്രചരണങ്ങളില്ല, മറിച്ച് ക്ലാസുകൾ തമ്മിലാണ് പ്രചരണം എന്നുള്ളത്. മധ്യവർഗം, അടിസ്ഥാന വർഗം, ഒപ്പം തന്നെ ഉപരിവർഗം, ഈ തരത്തിലായിരുന്നു പ്രചരണം. ഈ 3 വിഭാഗങ്ങൾക്ക് അനുകൂലമായ പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു 3 രാഷ്ട്രീയ പാർട്ടികളും ഇത്തവണ പ്രചരണം നടത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം നിൽക്കുമ്പോഴും 3 വിഭാഗവും കോൺഗ്രസ് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നും തങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയും BJPയും ഭരണം, ഡൽഹിയിൽ ഒരു ഭരണം തന്നെയാണ് ഈ ഘട്ടത്തിലും സ്വപ്നം കാണുന്നത്. 1.5 മണിക്കൂർ മാത്രമാണ് ബാക്കി. ദ പാർട്ടി വിത്ത് ചേഞ്ച് എന്നുള്ളതായിരുന്നു ആപ്പ് വരുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രഖ്യാപനം. മാത്രമല്ല അതിന്റെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ അഴിമതി തൊട്ടു തീണ്ടാത്ത ആൾ, അഴിമതിയെപ്പറ്റി ആലോചിക്കുകയും ചെയ്യാത്ത ആൾ എന്നുള്ളതായിരുന്നു പെർസെപ്ഷൻ. പക്ഷേ ആ പെർസെപ്ഷന് വലിയ വിഘാതമുണ്ടാക്കാൻ BJPക്ക് അവരുടെ പ്രചരണ തന്ത്രങ്ങളിലൂടെ, BJPക്ക് മാത്രമല്ല കോൺഗ്രസിനും കഴിഞ്ഞു.
എന്നുള്ളതാണ് വ്യക്തം. അപ്പോൾ ആ മാറ്റത്തിനൊടുവിൽ ആദ്യമായി ആപ്പ് ഡൽഹിയുടെ ഇലക്ഷൻ അരീനയിൽ നിൽക്കുമ്പോൾ എന്താണ് മാറ്റമുണ്ടാവുക? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാ ഒരിക്കൽ കൂടി പറയുന്നു, ഞാൻ നമ്മുടെ മാജി സ്ക്രീനിൽ ഒരൊറ്റ നോട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻ ഇല്ലാതെ കാണാൻ കഴിയും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ മാജി സ്ക്രീനിലൊപ്പം നമുക്കും ഉണ്ടാകും വരും മണിക്കൂറിൽ നിന്ന് എനിക്ക് ഉറപ്പുണ്ട്.